എന്നേശുതൻ വിലാതീര സ്നേഹമാർക്കുവാർന്നിക്കാം തന്നന്തികെ ജപമായതാറിനോർക്കുതാൻ സതം യേശുവിൻ സ്നേഹം സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വിശുദ്ധ വചനങ്ങളെ ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 തുടങ്ങി. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതൻ തൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറുവെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറുവെള്ളത്തിനു മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിയുവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്നു വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷവരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിന് പുറത്ത് 7 ദിവസം പാർക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷവരം ചെയ്യിച്ച് വസ്ത്രമലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 3 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിർത്തണം. പുരോഹിതൻ കുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്നിടത്ത് വെച്ച് കുഞ്ഞാടിനെ അറക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളതാകുന്നു. അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാലിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളം കൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ കാതിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിന്മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതൻ പാപയാഗം അർപ്പിച്ച് അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗം മൃഗത്തെ അറുക്കണം. പുരോഹിതൻ ഹോമയാഗവും ഭോജനയാഗവും യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അവൻ ദരിദ്രനും
അത്രയ്ക്ക് വകയില്ലാത്തവനുമാകുന്നുവെങ്കിൽ തനിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നിരാജനത്തിനായി അകൃത്യയാഗമായിട്ട് ഒരു കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത ഒരിടങ്ങഴി നേരിയ മാവും ഒരു കുറ്റി എണ്ണയും പ്രാപ്തിക്കുപോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തൻ്റെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം. അവൻ അകൃത്യയാഗത്തിനായുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാതിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. പുരോഹിതൻ എണ്ണ കുറെ തൻ്റെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടതുകൈയിലുള്ള എണ്ണ കുറെ വലതുകൈയുടെ വിരൽ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ ഉള്ളംകൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാതിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തമുള്ളയിടത്ത് പുരട്ടണം. പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിലൊഴിച്ച് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം ലേവ്യ പുസ്തകം 14-ാം അധ്യായം 33-ാം വാക്യം മുതൽ 57-ാം വാക്യം വരെയുള്ള വിശുദ്ധ വചനങ്ങളെ കേൾപ്പിൻ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ അകത്ത് ചെല്ലണം. അവൻ വടു നോക്കണം. വീട്ടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളചുവപ്പുമായ കുത്തുകളുണ്ടായിട്ട് അവ കാഴ്ചയ്ക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ട് വാതിൽക്കൽ വന്ന് വീട് 7 ദിവസത്തേക്ക് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം. വടു വീട്ടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് ഇടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം. പിന്നെ വീട്ടിൻ്റെ അകമൊക്കെയും ചുരണ്ടിക്കണം. ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന് പകരം വയ്ക്കണം. വേറെ കുമ്മായം വീട്ടിന് തേക്കുകയും വേണം. അങ്ങനെ കല്ല് നീക്കുകയും വീട് ചുരണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം വടു പിന്നെയും വീട്ടിലുണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കണം. വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ തിന്നെടുക്കുന്ന കുഷ്ഠം തന്നെ, അത് അശുദ്ധമാകുന്നു. വീട്ടിൻ്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രം അലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രം അലക്കണം. വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതനകത്ത് ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ അവ മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളതെന്ന് വിധിക്കണം. അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവ് വെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവ് വെള്ളത്തിലും മുക്കി വീട്ടിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവ് വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം. അങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കുമുള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം.
ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു. ദോഷത്തെ തീർത്താമോദം നൽകി പാപാന്തശക്തിയെ വെന്നിടാനുള്ള ആത്മാവും നൽകി യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം